ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്നവരാണോ? എന്നാൽ പലർക്കുമുള്ളൊരു കാര്യമാണ്, ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്നവർക്ക് അവർ ഇടയ്ക്കെല്ലാം തന്നെ അവരുടെ ബാറ്ററി ഹെൽത്ത് എല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ പുതിയൊരു ഫോൺ എല്ലാം എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ കുറച്ചെല്ലാം ബാറ്ററി ഹെൽത്ത് എല്ലാം കുറയുകയാണെങ്കിൽ വളരെയധികം ടെൻഷൻ എല്ലാം അടിക്കുന്നവരുമുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ബാറ്ററി ഹെൽത്ത് ചെറുതായി കുറഞ്ഞാൽ ഇതിന് നമുക്ക് ടെൻഷൻ അടിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഐഫോൺ ബാറ്ററി ഹെൽത്തുമായി ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമുക്ക് നമ്മുടെ ബാറ്ററി ഹെൽത്ത് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. പലപ്പോഴും ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ഐഫോണിന്റെ ബാറ്ററി ഹെൽത്ത് എല്ലാം കുറയുന്നത് ഇത് നമ്മുടെ യൂസേജ് അനുസരിച്ചെല്ലാമാണ്. പലരും പല ടൈപ്പിലാണ് ഈ ഒരു ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്നത്. ചില ആളുകൾ കറക്റ്റായ ഒരു ചാർജർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, അതായത് ഐഫോണിന്റെ ഒറിജിനൽ ചാർജർ എല്ലാം യൂസ് ചെയ്യുകയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായ ആദ്യത്തെ കാര്യം. അതുപോലെ ഏറ്റവും ചൂടുള്ള ഒരു സിറ്റുവേഷനിൽ, അതുപോലെ നല്ല തണുപ്പുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയെല്ലാം വരുമ്പോഴും ഇത്തരത്തിൽ ഈ ഒരു ബാറ്ററി ഹെൽത്തിനെ എല്ലാം ഇത് ബാധിക്കാറുണ്ട്. അതിനാൽ തന്നെ വലിയ ചൂടുള്ള ഒരു ഭാഗത്ത് അല്ലെങ്കിൽ കൂടുതൽ തണുപ്പുള്ള ഒരു ഭാഗത്ത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെല്ലാം ഈ ഒരു ബാറ്ററി ഹെൽത്തിനെ ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇത് യൂസ് ചെയ്യാനെല്ലാം സാധിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ വളരെ നല്ലതായിരിക്കും. അതുപോലെ ഒരു പരിധിയെല്ലാം വിട്ട് നമ്മുടെ ഐഫോൺ ബാറ്ററി ഹെൽത്ത് എല്ലാം കുറയുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെ കൂടി ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യമെല്ലാം പറയാം. ഇപ്പോൾ ഞാൻ 4 വർഷമായി ഞാനൊരു ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്നു. ഈ ഒരു ഐഫോണിൽ ഇപ്പോഴുള്ള ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 76% എല്ലാമാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഹെവിയായി ഞാൻ ഈ ഒരു ഐഫോൺ എല്ലാം യൂസ് ചെയ്തിരുന്നു. ചില ആളുകൾക്ക് ഇത്തരത്തിൽ 4 വർഷമെല്ലാം ആകുമ്പോഴേക്കും ബാറ്ററി എല്ലാം റീപ്ലേസ് ചെയ്യേണ്ടതായെല്ലാം വരും. എന്നാൽ ഇപ്പോഴും ഞാൻ എൻ്റെ ബാറ്ററി ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇതിനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ളത് 2 ഫോണെല്ലാമാണ്. എനിക്ക് ഇപ്പോഴും ഈ ഒരു ബാറ്ററി ഹെൽത്ത് കൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം, അതായത് 1 ഡേ എല്ലാം ഞാൻ ആ ഒരു ബാറ്ററി എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ 2 മൊബൈൽ ഫോൺ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായി ഞാൻ യൂസ് ചെയ്യുന്നത് S23 Ultra എല്ലാമാണ്. അതിനോടൊപ്പം തന്നെ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ഐഫോൺ 12 Pro Max എന്ന മൊബൈൽ ഫോൺ. ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റാറ്റസ് എല്ലാം കാണിക്കുന്നത്, അതായത് ഈ ബാറ്ററി ഹെൽത്ത് എല്ലാം നോക്കുകയാണെങ്കിൽ ഇത് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടെല്ലാം ഉണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു 76%ലേക്ക് വന്ന് ഇപ്പോൾ കുറച്ച് മാസങ്ങളെല്ലാമായി ഇപ്പോഴും അതേ പെർസെൻറ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. ആദ്യമായി ഇത്തരത്തിൽ ഈ 76% എന്നെല്ലാം വന്നപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ യൂസേജ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി എല്ലാം റീപ്ലേസ് ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ പോയതിന് ശേഷം ഇത് റീപ്ലേസ് ചെയ്യാനെല്ലാം സാധിക്കും. എനിക്ക് ഇപ്പോൾ ഇവിടെ ഈ ഒരു മൊബൈലിൽ തന്നെ ഒരു ഓപ്ഷനെല്ലാം നമുക്ക് കാണിക്കും, ബാറ്ററി ഹെൽത്തിൽ 76%. അതുപോലെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കും, അതായത് ഈ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഐഫോണിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടോ എന്നെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി എല്ലാം കുറഞ്ഞ് ഇപ്പോൾ ഒരു 85% എല്ലാമാണ്. എന്നാൽ നിങ്ങൾ ഈ ബാറ്ററി എല്ലാം മാറ്റണോ, അല്ലെങ്കിൽ 80% എല്ലാമാണ്, അപ്പോൾ നിങ്ങൾ ഈ ബാറ്ററി എല്ലാം മാറ്റണോ, ഇത് നിങ്ങളുടെ ഈ ഒരു ബാറ്ററി നിങ്ങൾക്ക് സാറ്റിസ്ഫൈയിങ് ആകുന്ന ഒരു യൂസേജ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിൻ്റെ ബാറ്ററി ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു അഡീഷണലായി ഒരു കമൻ്റ് എല്ലാം വരും, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസിനെ ഇത് ബാധിക്കുന്നുണ്ട് എന്ന തരത്തിൽ ഒരു അഡീഷണൽ മെസ്സേജ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി ഹെൽത്തിൽ പോയാൽ തന്നെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ പീക്ക് പെർഫോമൻസ് ക്യാപ്പബിലിറ്റി എല്ലാം ബാധിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബാറ്ററി എല്ലാം റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം ആലോചിക്കാം. ഇനി അതുമല്ല, നിങ്ങളുടെ യൂസേജ് എല്ലാം തന്നെ നല്ല ഹെവി യൂസേജ് എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ 80% ബിലോ എല്ലാം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ബാറ്ററി എല്ലാം മാറ്റേണ്ടതായി വരും. എന്നാൽ ഇപ്പോൾ എനിക്ക് കുറച്ച് മാസങ്ങളായി ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് 76%ൽ തന്നെയാണ് ബാറ്ററി ഹെൽത്ത് നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ ഇത് മാറ്റാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, എനിക്ക് ഈ ഒരു 2 ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം ഇത് എനിക്ക് ഇപ്പോഴും 1 ഡേ ഫുള്ളായി ലാസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് അത്രത്തോളം യൂസേജ് ഇപ്പോൾ ഈ 2 ഫോൺ ഉള്ളത് കൊണ്ട് ഇത് ആവശ്യം വരുന്നില്ല.
നേരത്തെ ഞാൻ ഐഫോൺ മാത്രമാണ് കയ്യിൽ വച്ചിരുന്നത്. അതിനാൽ തന്നെ ഹെവി യൂസേജ് എനിക്കിതിന് വന്നിരുന്നു. അതിനാൽ തന്നെ പലപ്പോഴും എനിക്ക് ഒരു തവണ റീചാർജ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും റീചാർജ് ചെയ്യേണ്ടതായെല്ലാം വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് ഇപ്പോൾ ഈ ഒരു ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബാറ്ററി ഒന്നും റീപ്ലേസ് ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ പോവുകയാണെങ്കിൽ ഏകദേശം ഈ ബാറ്ററി റീപ്ലേസ്മെൻറ്റിന് എത്ര രൂപയെല്ലാം ആകുമെന്നെല്ലാം കാണിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു ഐഫോൺ 12 പ്രോ മാക്സിൽ എനിക്ക് നേരത്തെ കാണിച്ചിരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഇത് 8600 രൂപയെല്ലാം ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ 8600 രൂപയെല്ലാം കാണിച്ചപ്പോൾ ഞാൻ അടുത്തുള്ള ഒരു സർവീസ് സെൻറ്ററിൽ ഇതിനായി പോയതല്ല, മറ്റൊരു ആവശ്യത്തിന് പോയ സമയത്ത് ഈ ഒരു സർവീസ് സെൻറ്ററിൻ്റെ അടുത്ത് കൂടി പോയപ്പോൾ ഞാൻ അവരുടെ സർവീസ് സെൻറ്ററിൽ പോവുകയും അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ ബാറ്ററി ഒന്നും റീപ്ലേസ് ചെയ്യുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു കാര്യമെല്ലാം വന്നിട്ടുണ്ട്, എത്രയായിരിക്കും ഈ ഒരു ബാറ്ററിക്ക് വരുന്ന എമൗണ്ട് എന്നെല്ലാം ചോദിക്കുന്നതിന് വേണ്ടിയാണ് പോയത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഓൺലൈനിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു എമൗണ്ട് തന്നെയാണോ അതോ നമുക്ക് അതിലും കുറഞ്ഞ റേറ്റിനെല്ലാം ചെയ്യാൻ സാധിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് പോയത്. എന്നാൽ ഇത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കൂടി ഞാൻ അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ അവർ ഈ ഒരു കാര്യം പറഞ്ഞത് 6000 സംതിങ്ങിന് നമുക്ക് ഈ ഒരു ബാറ്ററി എല്ലാം റീപ്ലേസ് ചെയ്യാമെന്നതാണ്. എന്നാൽ അതിനുശേഷം അവർ എന്തോ ഡയഗ്നോസ്റ്റിക് എല്ലാം ചെയ്തതിന് ശേഷം എന്നോട് 800 രൂപ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് റീപ്ലേസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഇത്തരത്തിൽ ഈ ഒരു പേയ്മെൻറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ബാറ്ററിയുടെ പ്രൈസ് ചെക്ക് ചെയ്യുന്നതിന് മാത്രമായി വന്നതാണ്. അത് ഞാൻ ആദ്യവും എടുത്തു പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ അവർ പറഞ്ഞിരുന്ന ഈ ഒരു 800 എന്ന എമൗണ്ട് അത് ഞാൻ പേ ചെയ്യില്ല എന്ന് അവരെ അറിയിക്കുകയും അതിനാൽ തന്നെ ഞാൻ അത് പേയ്മെൻ്റ് ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ കുറച്ചു നേരം അവർ ഇത് പേയ്മെൻറ്റ് ചെയ്തേ കഴിയൂ എന്നെല്ലാം പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ ഈ ഒരു കാര്യം അവരോട് കറക്റ്റായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു കാര്യം 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ബാറ്ററി മാറ്റുന്നുള്ളൂ, ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറിയുന്നതിന് മാത്രമാണ് വന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ഇതുപോലെ ബാറ്ററി എല്ലാം മാറ്റുന്നതിന് വേണ്ടിയെല്ലാമാണ് സർവീസ് സെൻറ്ററിൽ പോകുന്നത് എങ്കിൽ ഇത്തരത്തിൽ അഡീഷണലായി നിങ്ങളുടെ ഈ ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്നതിനെല്ലാം തന്നെ നിങ്ങൾ ടോക്കൺ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാറണ്ടി എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു മൊബൈലാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചാർജ് വരുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത് മാറ്റുന്നതിന് വേണ്ടിയല്ല, എന്തെങ്കിലും ക്വയറി എല്ലാം ഇതെല്ലാം തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി പോവുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ പേയ്മെൻ്റ് എല്ലാം കൊടുക്കേണ്ടതായി വരാം. പലപ്പോഴും ഇത് സർവീസ് സെൻറ്ററുകാർ അവർ ഇത് ചോദിക്കാറുണ്ട്. എന്നാൽ എൻ്റെ കാര്യത്തിൽ ഞാൻ അവരോട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നു, ഞാൻ ഇപ്പോൾ ബാറ്ററി മാറ്റുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ പ്രൈസ് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് വന്നത് എന്ന്. അതിനാൽ തന്നെ ആ ഒരു പേയ്മെൻ്റ് ഒന്നും ഞാൻ അപ്പോൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ബാറ്ററി ഹെൽത്ത് എല്ലാം കുറയുന്നതിനുള്ള മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ ചാർജ് ചെയ്യുമ്പോഴെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഇത് മുഴുവൻ ബാറ്ററി ഇറങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഏകദേശം ഒരു 20% എല്ലാം എത്തുമ്പോഴേക്കും നിങ്ങൾ ബാറ്ററി എല്ലാം ചാർജ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് 80% എല്ലാം എത്തുമ്പോഴേക്കും ഈ ഒരു ചാർജ് ഡിസ്കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. 100 വരെയെല്ലാം പലരും ഇത്തരത്തിൽ ചാർജ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഓവർ ചാർജ് ചെയ്യുന്നത് നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്തിനൊന്നും നല്ലതല്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻസ്, അതായത് പലരും ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം ഓപ്പൺ ചെയ്ത് വെക്കാറെല്ലാം ഉണ്ട്. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ എന്തെങ്കിലും നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾ റിമൂവ് ചെയ്യുന്നതും നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് എല്ലാം ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കും. അതുപോലെ ഹൈ ബ്രൈറ്റ്നസ്സിലെല്ലാം തന്നെ നമ്മൾ ഫോണെല്ലാം യൂസ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ബാറ്ററി ഹെൽത്ത് എല്ലാം വളരെ കുറയുന്നതിനെല്ലാം കാരണമാകും. അതായത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്ററി എല്ലാം കഴിയും. അതിനാൽ തന്നെ കുറഞ്ഞ രീതിയിലുള്ള ബ്രൈറ്റ്നസ് എല്ലാം കൊടുത്ത് നിങ്ങൾ ഐഫോൺ എല്ലാം യൂസ് ചെയ്ത് നോക്കൂ. കൂടുതൽ നേരം നിങ്ങൾക്ക് ബാറ്ററി എല്ലാം ലാസ്റ്റ് ചെയ്യുന്നത് കാണാം. ഇനി നിങ്ങൾ ട്രാവൽ എല്ലാം ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ഐഫോൺ ബാറ്ററി എല്ലാം കുറവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോ പവർ മോഡ് എല്ലാം നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ലോ പവർ മോഡ് എല്ലാം കൊടുക്കുക വഴി നമ്മുടെ ബാറ്ററി ഹെൽത്ത് എല്ലാം നല്ല രീതിയിൽ നമുക്ക് ലഭിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി പലപ്പോഴും വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഐഫോണിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം തന്നെ ഇത് പുതുതായിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇത് പുതിയ ഒരു വേർഷൻ എല്ലാം വരുമ്പോൾ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക.
പലപ്പോഴും ഈ ഒരു പഴയ വേർഷൻ എല്ലാം യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോഴെല്ലാം നമ്മുടെ ബാറ്ററിയെ അതുപോലെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെ ഇങ്ങനെ പല കാര്യങ്ങളെയെല്ലാം ഇത് ബാധിക്കാറുണ്ട്. അതിനാൽ തന്നെ പുതിയൊരു അപ്ഡേറ്റ് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ പലർക്കും ഉള്ളൊരു പേടിയാണ് ഈ ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ എല്ലാം വരുമോ എന്നെല്ലാം. അതിനാൽ തന്നെ മറ്റുള്ളവർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള റിവ്യൂ എല്ലാം നിങ്ങൾ ഇത്തരത്തിൽ ഈ യൂട്യൂബിലെല്ലാം അവൈലബിൾ ആയിരിക്കും. അവിടെ നിന്നും ഈ ടെക് റിവ്യൂ എല്ലാം ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ഒരു അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡലെല്ലാം അപ്ഡേറ്റ് ചെയ്തവർ അവർ കൊടുത്തിരിക്കുന്ന റിവ്യൂ എല്ലാം നോക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യമെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ബാറ്ററി ഹെൽത്തിനെ എല്ലാം അതുപോലെ നിങ്ങളുടെ ഫോൺ സെക്യൂർ ആയിരിക്കാനെല്ലാം വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽ പുതിയ അപ്ഡേറ്റ്സിൽ നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഫോണിന് വേണ്ട ഒരുപാട് കാര്യങ്ങളെല്ലാം മാറ്റം വരുത്തി അല്ലെങ്കിൽ പഴയ ബഗ്സ് എല്ലാം തന്നെ ഒഴിവാക്കി പുതിയ കുറേ കാര്യങ്ങളെല്ലാം ആയിരിക്കും ആഡ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ വരുന്നത് കാരണം പലരും ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എല്ലാം ചെയ്യാൻ മടിക്കാറുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു റിവ്യൂ എല്ലാം നോക്കിയതിന് ശേഷം ഈ ഒരു കാര്യമെല്ലാം ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഫോണിൻ്റെ ലൈഫ് അതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് എല്ലാം നിങ്ങൾക്ക് കൂടുതലായി കിട്ടാനെല്ലാം ഇത് സഹായിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഐഫോൺ എല്ലാം ഉള്ള സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്